കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷും നിധിയും തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലും റിസപ്ഷൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പാട്ടും സ്റ്റേജും ബഹളവും ആളുകളുടെ തിരക്കുമെല്ലാം കണ്ട് അവർ അങ്കലാപ്പോടെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടോടി വരുന്ന സുഭാഷും ഹരീഷും നികേഷുമെല്ലാം അവരുടെ ആ നിൽപ്പ് കണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് റിസപ്ഷൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട നിധിയും ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും താൻ അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവൾ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും സുധീഷ് സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിധി ആകെ അപ്സെറ്റാണെന്നും അവരുടെ അച്ഛനെ കാണാൻ സമ്മതിച്ചില്ലെന്നും വരുന്ന വഴിയിൽ മുഴുവൻ സങ്കടം പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്നും അവളോട് എങ്ങനെ റിസപ്ഷൻ്റെ കാര്യം പറയുമെന്നും തന്നോട് ചോദിക്കാതെയല്ലേ ഈ റിസപ്ഷൻ അറേഞ്ച് ചെയ്തതെന്നും പറഞ്ഞ് അവൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒളിച്ചോടി വന്ന പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി എന്ന് പറഞ്ഞ് നാട്ടുകാർ അവരെ കുറ്റപ്പെടുത്തിയെന്നും അപ്പോഴാണ് അച്ഛൻ നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി ഒരു റിസപ്ഷൻ നടത്തണമെന്ന് പറഞ്ഞതെന്നും എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ടെങ്കിലും സുധീഷ് പിന്നെയും സുഭാഷിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് സഹിക്കാനാവാതെ ഹരീഷും സുധിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ചേട്ടൻ കല്യാണം കഴിയാത്തത് ഓർക്കാതെ കല്യാണം കഴിച്ചത് നിങ്ങളല്ലേ? കല്യാണം കഴിക്കുന്ന കാര്യം പോലും വീട്ടിലൊന്നും പറഞ്ഞില്ല. ഈ റിസപ്ഷനൊക്കെ നടത്താൻ എന്ത് ചിലവുണ്ട്? നിങ്ങൾക്ക് സന്തോഷമാവട്ടെ എന്ന് കരുതി ഏട്ടൻ തന്നെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്താ ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ അച്ഛനിപ്പോൾ ഓക്കെ ആയി എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ കുറച്ച് ടൈം സ്റ്റേജിൽ വന്ന് നിന്നാലെന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും അതിഷ്ടമാവാതെ ഹരീഷുമായി സുധീഷ് അടി കൂടുന്നുണ്ട്. അവരുടെ ബഹളം കേട്ട് നിധി ഇറങ്ങി വരുമ്പോഴേക്കും എല്ലാവരും അടി നിർത്തി മാറിപ്പോകുന്നുണ്ട്. പിന്നീട് നികേഷിനോടായി സുധീഷ് ഏട്ടനുമായി താൻ അടിയുണ്ടാക്കിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ പങ്കുവെക്കുന്നുണ്ട് ഹരീഷ്. അവിടെ സുധിയും സുഭാഷിനോട് നിധിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിസപ്ഷന് വരാതിരുന്ന നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി അത് മോശമാവില്ലേ എന്നും നിധി അന്ന് വീട്ടിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും നാട്ടുകാരെല്ലാം അവരോട് മോശമായി പെരുമാറിയതും നാണക്കേട് കാരണം ജോലിക്ക് പോലും പോകാൻ പറ്റാതെ എല്ലാവരോടും മറുപടി മറിഞ്ഞു മടുത്തതും അപ്പോഴാണ് റിസപ്ഷന്റെ കാര്യം അച്ഛൻ തീരുമാനിക്കുന്നതും കല്യാണം നടന്ന കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായി ഇങ്ങനെയൊരു റിസപ്ഷൻ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും നാട്ടുകാരുടെ മുന്നിൽ ഒളിച്ചോടി വന്നവളെന്ന ചീത്തപ്പേര് മാറ്റാനായാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും ഇനി മുതൽ അവൾ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കേണ്ടതെന്നും നിന്നോട് പറയാതെ എല്ലാം അറേഞ്ച് ചെയ്തത് തെറ്റായിപ്പോയി എന്നും സുഭാഷ് സമ്മതിക്കുന്നുണ്ട്. റിസപ്ഷൻ ഇപ്പോൾ ആൾക്കാരെല്ലാം എത്തിത്തുടങ്ങി. അവരോടെല്ലാം എന്ത് പറയുമെന്നും കുറച്ച് സമയത്തേക്ക് ആ സ്റ്റേജിലൊന്ന് വന്ന് നിന്നൂടെ? താൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും താൻ തന്നെ അവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുധീഷും അവളുടെ റൂമിലേക്കായി പോകുന്നുണ്ട്. റിസപ്ഷനാണ് നടക്കുന്നതെന്നറിഞ്ഞ് നിധി അസ്വസ്ഥതയോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അടിയുണ്ടാക്കിയത് കണ്ടിട്ടാണ് അവൾ ടെൻഷനോടെ ഇരിക്കുന്നെന്ന് കരുതി അവൻ അതിനെ ന്യായീകരിക്കുമ്പോൾ റിസപ്ഷൻ്റെ കാര്യം അവൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാത്രമാണ് ഇതൊരു ഡ്രാമയെന്നും നമ്മൾ ശരിക്കും കല്യാണം നടന്നെന്ന് വിചാരിച്ചാണ് അവർ ഈ റിസപ്ഷനെല്ലാം അറേഞ്ച് ചെയ്തതെന്നും സുധി പറയുമ്പോഴേക്കും സത്യം പറയാൻ എത്രയോ തവണ താൻ പറഞ്ഞുവെന്ന് നിധി പറയുന്നുണ്ട്. തനിക്കത് പറയാനുള്ള ഒരു സാഹചര്യവും കിട്ടിയില്ലെന്നും ഇവിടെ എത്തിയത് മുതൽ ഓട്ടമായിരുന്നില്ലേ എന്നും സുധീഷ് പറയുമ്പോഴേക്കും വണ്ടി ഓടിക്കുന്നതിനിടയിൽ മൊബൈലിൽ വിളിച്ച് പറയാമായിരുന്നില്ലെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഡ്രാമയാണെന്ന് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ തകർന്നു പോകുമെന്നും അരമണിക്കൂർ സ്റ്റേജിൽ നിന്നൂടെയെന്നും സുധീഷ് ചോദിക്കുമ്പോഴേക്കും തന്നെ കൊണ്ട് പറ്റില്ലെന്നും ഇതുവരെ അഭിനയിച്ചത് മതിയെന്നും ഇനി അഭിനയിക്കാൻ വയ്യെന്നും സത്യമെല്ലാം അവരോട് പറയണമെന്നും കല്യാണം നടന്ന സാഹചര്യം അവരെ അറിയിക്കണമെന്നും നിധി പറയുന്നുണ്ട്. സമയത്ത് താൻ ഇതെങ്ങനെ വീട്ടുകാരോട് പറയുമെന്നും തൻ്റെ കുടുംബം എല്ലാവരുടെയും മുന്നിൽ അപമാനിതരാവുമെന്നും കല്യാണം പോലെ ഇതും ഒരു ഡ്രാമയാണെന്ന് വിചാരിക്കെന്നും സുധീഷ് പറയുമ്പോഴേക്കും തന്നെ കൊണ്ട് കഴിയില്ലെന്ന് അവൾ തീർത്തു പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് അവർക്ക് റിസപ്ഷനായി വാങ്ങിയ ഡ്രസ്സുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. നിധിയുടെ ടെൻഷനോടുള്ള നിൽപ്പ് കണ്ട് അച്ഛൻ അത്ര കുഴപ്പമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ചേട്ടൻ കാര്യമറിയാതെ എന്തൊക്കെയോ പറയുന്നുവെന്നും ഇനിയും തനിക്ക് അഭിനയിക്കാൻ വയ്യെന്നും നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ നമ്മൾ പറ്റിച്ചെന്നും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞേ തീരുവെന്നും നിധി പറയുമ്പോഴേക്കും റിസപ്ഷൻ കഴിഞ്ഞിട്ട് പറയാമെന്നും വന്നവരെല്ലാം എന്ത് വിചാരിക്കുമെന്നും സുധി പറയുന്നുണ്ട്. ഇങ്ങനെ ഡ്രാമ കളിച്ച് റിസപ്ഷനെല്ലാം നടത്തി രാവിലെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരൊന്നും വിചാരിക്കില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്തത് തെറ്റു തന്നെയാ, ദയവ് ചെയ്ത് എല്ലാവരോടും സത്യം പറയാമെന്നും അവർ വഴക്ക് പറഞ്ഞ് പുറത്താക്കിയാലും പ്രശ്നമില്ലെന്നും നിധി പറയുമ്പോഴേക്കും സുധീഷും അതിന് വഴങ്ങാതെ ഇത് ഡ്രാമയാണെന്ന് വിചാരിച്ച് കുറച്ച് സമയത്തേക്ക് റിസപ്ഷന് വന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റേഷനിൽ വെച്ചും ഇങ്ങനെ ഡ്രാമ കളിക്കാമെന്നാണ് പറഞ്ഞതെന്നും തന്നെ നിർബന്ധിക്കേണ്ടെന്നും നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയുമെന്നും പറഞ്ഞ് നിധി പുറത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും
സുധി അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് താൻ തന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. സുധീഷ് പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവനെ കണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കാണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഹരീഷും നേരത്തെ ചേട്ടനുമായി വഴക്കുണ്ടാക്കിയതിന് അവനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. റിസപ്ഷനെത്തിയ ആളുകളെയും സഹോദരങ്ങളുടെ വിഷമവുമെല്ലാം കണ്ട് ചേട്ടൻ ചോദിക്കുമ്പോഴേക്കും അവൾ ഉടനെ റെഡിയായി വരുമെന്നും കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുമ്പോഴേക്കും സുധീഷിനോടും പോയി കുളിച്ച് ഫ്രഷായി റെഡിയായി വരാനായി സുഭാഷ് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കുളി കഴിഞ്ഞ് സുധീഷ് റൂമിലെത്തുമ്പോഴേക്കും സത്യം അവൻ വീട്ടുകാരെ അറിയിച്ചില്ലെന്നറിഞ്ഞ നിധി പൊട്ടിത്തെറിക്കുന്നുണ്ട്. തെറ്റിനുമേൽ തെറ്റ് ചെയ്യാൻ തന്നെ കൊണ്ടാവില്ലെന്നും ആക്ടിങ് നടക്കില്ലെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. സുധി വീണ്ടും അവളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് ഈ വീട് വിട്ടിറങ്ങി പോവുകയാണ് താനെന്ന് പറഞ്ഞ് നിധി ബാഗുമായി പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും സുധീഷ് താൻ ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോടെ അവൻ ഹാളിൽ വന്നിരിക്കുമ്പോഴേക്കും ഇതുവരെ റെഡിയായില്ലെന്നും ചോദിച്ച് സുഭാഷും അങ്ങോട്ടെത്തുന്നുണ്ട്. നിധി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കഴിഞ്ഞ് താൻ റെഡിയാവുമെന്ന് പറഞ്ഞ് സുധീഷും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഹരീഷും നികേഷും റിസപ്ഷനെത്തിയ ആളുകൾക്കെല്ലാം കൂൾ ഡ്രിങ്ക്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവരിലൊരാൾ ഏതോ വാർത്താ ചാനലിൽ വന്ന ആ ന്യൂസ് കാണുന്നത്. കോടീശ്വരനായ ബിസിനസ്സുകാരൻ രാജീവിന്റെ മകൾ നിധി ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയി സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചുവെന്ന വാർത്തയായിരുന്നു അവർ കണ്ടത്. എന്ത് കണ്ടിട്ടാ ആ കുട്ടി ഇവന്റെ കൂടെ ഇറങ്ങി വന്നത്? കോടികൾ സ്വത്തുള്ള കുട്ടിയാ എന്നൊക്കെ അതിഥികളും അടക്കം പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും പാട്ടിനൊത്ത് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടേ. ഡ്രസ്സ് മാറാതെ ഇരിക്കുന്ന സുധീഷിനോടായി പെട്ടെന്ന് തന്നെ റെഡിയായി വാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുനന്ദയും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. അവൾ ഓടിയെത്തി സുധീഷിനൊരു കൺഗ്രാസ് പറഞ്ഞ് എന്താ റെഡിയാവത്തെന്ന് ചോദിക്കുമ്പോഴേക്കും നിധി റൂമിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നും തൻ്റെ ഡ്രസ്സ് ഉള്ളിലാണെന്നും സുധീഷും പറയുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചോന്ന് സുഭാഷ് അവളോടായി ചോദിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വന്ന കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എങ്കിലും അമ്മയുടെ കണ്ണുവെട്ടിച്ച് താൻ ഓടി വന്നതാണെന്നും റിസപ്ഷനായി എത്തിയ ആളുകളുടെ ഏറ്റവും പുറകിൽ തന്നെ അമ്മയും മാമനും ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ഇവിടെ ഒരു കല്യാണം നടന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്നും അവൾ പറയുന്നുണ്ട്. ആളുകളെല്ലാം റിസപ്ഷൻ എത്തി തുടങ്ങിയെന്നും സുധീഷിന് റെഡിയാവാനുള്ള ഡ്രസ്സ് ആ റൂമിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്നും നിധിയെ സാരി ഉടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നും സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുനന്ദയും അത് സമ്മതിച്ചോണ്ട് ഓക്കെ പറയുന്നുണ്ടെങ്കിലും സുധീഷ് അവളെ തടയുന്നുണ്ട്. അതുകൊണ്ട് സംശയത്തോടെ എന്താ കാര്യമെന്ന് സുനന്ദ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ സുധീഷ് അവളെ പോവാനായി സമ്മതിക്കുന്നുണ്ട്. അവൾ റൂമിലെത്തുമ്പോഴേക്കും റെഡിയാവാതെ കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെയാണ് കാണുന്നത്. സുനന്ദ സുധീഷിന്റെ ഡ്രസ്സ് എല്ലാം എടുത്തു കൊടുത്തു വന്ന് റെഡിയാവാതെ ഇരിക്കുന്ന നിധിയുടെ അരികിലേക്ക് ഇരുന്നുണ്ട്. സാരി ഉടുക്കാൻ അറിയില്ലേ, താൻ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സാരി ഉടുക്കാൻ സഹായിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും നിധി സുനന്ദയെ വഴക്കു പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. സുനന്ദ കരഞ്ഞോണ്ട് സങ്കടത്തോടെ പുറത്തേക്ക് വരുമ്പോഴേക്കും സുധി കോട്ടൊക്കെ ഇട്ട് റെഡിയായി വരുന്നുണ്ട്. നിധി ഇതുവരെ റെഡിയായില്ലെന്നും അങ്ങനെ തന്നെ ഇരിപ്പാണെന്നും തന്നെ വഴക്കു പറഞ്ഞ് ഇറക്കി വിട്ടു എന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾക്ക് റിസപ്ഷൻ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുനന്ദയുടെ അമ്മയും അവളെ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്. അമ്മ വിളിച്ചത് കേട്ട് സുനന്ദ ടെൻഷനോടെ ഓടിപ്പോകുമ്പോഴേക്കും ഈ റിസപ്ഷൻ നടക്കുമോ എന്ന് സുഭാഷും സുധീഷിനോട് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. കുറെ സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, സത്യം പറ. അവളുടെ അച്ഛനെ കാണാൻ പറ്റാത്തതിലുള്ള ടെൻഷനൊന്നുമല്ല, വേറെന്തോ ഉണ്ടെന്നും വന്ന ആളുകളോടൊക്കെ ഇനി എന്തു പറയുമെന്നും സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവരാമെന്നും പറഞ്ഞ് സുധീഷ് വീണ്ടും അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് വീണ്ടും റിസപ്ഷൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി വരുമ്പോഴേക്കും അവൻ വീട്ടുകാരോട് കാര്യം പറഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയ നിധി വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. സുധീഷും ആകെ നിസ്സഹായതയോടെ വീട്ടുകാരോട് അത് പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോഴേക്കും തനിക്ക് ഇനിയും ഇങ്ങനെ അഭിനയിക്കാൻ കഴിയില്ലെന്നും എല്ലാവരെയും നമ്മൾ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നും തെറ്റിന്മേൽ തെറ്റ് ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്നും അവൾ പറയുന്നതും പുറത്തു നിൽക്കുകയായിരുന്ന സുഭാഷും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിക്കൂ, നാളെ ഉറപ്പായിട്ടും സത്യം പറയാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷും അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവനെ കണ്ട സുധീഷും ചേട്ടൻ കുറച്ചു സമയം പുറത്തു നിൽക്കൂ, ഞങ്ങൾ ഇപ്പോൾ റെഡിയായി വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും കുറെ സമയമായല്ലോ ഇതുതന്നെ പറയുന്നു, സമയമേറെ വൈകി, ആൾക്കാരെത്തി തുടങ്ങി, ഇതുവരെയും നിങ്ങൾ റെഡി ആയില്ലേ, എന്താ നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നത്, എന്താ പ്രശ്നമെന്ന് പറ എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും നിധിക്ക് അച്ഛനെ കാണാൻ പറ്റാഞ്ഞതിലുള്ള പ്രശ്നമാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. അതാണ് കാര്യമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും നിധിയുടെ അച്ഛൻ്റെ കാര്യമോർത്ത് ഞങ്ങൾക്കും ടെൻഷനുണ്ടെന്നും അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചതും എന്നൊക്കെ പറഞ്ഞ് തൻ്റെയും വീട്ടുകാരുടെയും അവസ്ഥയെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സുഭാഷ്. അത് കേൾക്കെ നിധിയും പറയുന്നുണ്ട് തനിക്കും ഇതുപോലെ ഒരു ചേട്ടനുണ്ടെന്നും തന്നെ ചേട്ടന് ജീവനായിരുന്നുവെന്നും ഈ കല്യാണം നടന്നതിനു ശേഷം
ചേട്ടനും വീട്ടുകാരും തന്നെ വെറുത്തുവെന്നും ഇപ്പോൾ അവർക്ക് എന്നെ കൊല്ലാൻ പോലും മടിയില്ലെന്നും അച്ഛനെ കാണാൻ ചെന്ന് ചേട്ടനോട് കെഞ്ചി പറഞ്ഞെങ്കിലും തന്നെ ഓടിച്ചു വിട്ടുവെന്നും പക്ഷേ ആരെയും അറിയിക്കാതെ കല്യാണം കഴിച്ചിട്ടും സുധിയെ നിങ്ങൾ ചേർത്തു പിടിച്ചുവെന്നും കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെത്തിയിട്ടും ഞങ്ങളെ വഴക്കു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ ചേർത്തു പിടിച്ചുവെന്നും നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണെന്നും ഇനിയും സത്യം മറച്ചുവെക്കാനാവില്ലെന്നും അച്ഛൻ്റെ അസുഖമല്ല ഇതിന് കാരണമെന്നും ആരെയും ഇനി പറ്റിക്കാനാവില്ലെന്നും നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും നിധി പറയുന്നുണ്ട്. ആ വാർത്ത കേട്ട് സുഭാഷ് ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും തൻ്റെ കല്യാണം സൂര്യയുമായി നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചതും ഒരു സൈക്കോ ആയ അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ താൻ ഈ കല്യാണം നടത്തേണ്ടെന്ന് വീട്ടുകാരുടെ കാല് പിടിച്ച് പറഞ്ഞെങ്കിലും അവർ അതിന് സമ്മതിച്ചില്ലെന്നും അങ്ങനെ സൂര്യയുമായുള്ള രജിസ്റ്റർ മാരേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുധീഷാണ് സൂര്യയെ തട്ടിക്കൊണ്ടുപോയി തന്നെ അതിൽ നിന്ന് രക്ഷിച്ചതെന്നും വീണ്ടും താൻ തൻ്റെ വീട്ടുകാരുടെ കാല് പിടിച്ച് കരഞ്ഞെങ്കിലും അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് തീർത്തു പറഞ്ഞതോടെ വീട് വിട്ടിറങ്ങാൻ താൻ തീരുമാനിച്ചെന്നും അതിനുള്ള ഹെൽപ്പ് സുധി ചെയ്യാമെന്ന് പറഞ്ഞെന്നും തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ജോബ് റെഡിയാക്കാമെന്ന് പറഞ്ഞെന്നും വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോവാമെന്ന് കരുതിയെന്നും സുധി തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞെന്നും അങ്ങനെ താൻ സുധിയുടെ കൂടെ രാത്രി വീട് വിട്ടിറങ്ങിപ്പോന്നെന്നും നിധി പറയുന്നുണ്ട്. പിന്നീട് അച്ഛൻ്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അവരൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതും അവർ തമ്മിൽ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ കല്യാണം നടത്താനായി സ്റ്റേഷനിൽ നിന്ന് തീരുമാനിച്ചതും ഇതൊരു ഡ്രാമ കല്യാണമാണെന്ന് സുധി തന്നെ തെറ്റിദ്ധരിപ്പിച്ചതും അച്ഛൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ സൂര്യയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന പേടിയോടെ താൻ ആ കല്യാണത്തിന് സമ്മതിച്ചുവെന്നും അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ മാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാണെന്നോർക്കാതെ താൻ അതിൽ സൈൻ ചെയ്തെന്നും ശരിക്കുമുള്ള ഒരു കല്യാണമല്ല നടന്നതെന്നും ഇങ്ങനെ അഭിനയിച്ചിനി തനിക്ക് ആരെയും പറ്റിക്കാനാവില്ലെന്നും അവൾ പറയുമ്പോഴേക്കും സുഭാഷും ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. അത് കാണുന്ന നിധിയും സുധീഷ് തെറ്റുകാരനല്ലെന്നും തന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിച്ചതെന്നും പറയുമ്പോഴേക്കും ഒരു സാധാരണ ഡ്രൈവർ ആയിരുന്നിട്ടും തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് നിധി പറഞ്ഞുവെന്നൊക്കെ സുധീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷ് ഓർത്തെടുക്കുന്നുണ്ട്. അതെല്ലാം ഓർത്തവൻ ടെൻഷനോടെയും ദേഷ്യത്തോടെയും നിൽക്കുമ്പോഴേക്കും കല്യാണം സത്യത്തിൽ നടന്നിട്ടില്ലെന്നും താൻ ഉടനെ തന്നെ ഹോസ്റ്റലിലേക്ക് പോകുമെന്നും അപ്പോൾ പ്രോബ്ലം എല്ലാം തീരുമെന്നും നിധിയും പറയുന്നുണ്ട്. സുഭാഷിന്റെ സങ്കടത്തോടെയുള്ള നിൽപ്പ് കണ്ട് നിധി അവനോട് സോറി പറയുമ്പോഴേക്കും അവൾ തെറ്റൊന്നും ചെയ്തില്ലെന്നും ഉണ്ടായ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് സുഭാഷ് തൻ്റെ സങ്കടങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. കുട്ടിക്ക് അറിയുമോന്നറിയില്ല, ഈ വീടിനൊരു പേരുണ്ട്, പെണ്ണുങ്ങൾ വാഴാത്ത വീട്. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങളുടെ അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവരും പോയി. അന്നു തൊട്ട് തുടങ്ങിയ പേരാണത്. ഞാനും അതുപോലെ കുറെ പെണ്ണു കാണാൻ പോയിട്ടുണ്ട്. പെണ്ണു വാഴാത്ത 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് പെണ്ണിനെ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. നീ ഈ വീടിന്റെ പടി കയറി വന്നപ്പോൾ ഞാനും എൻ്റെ അനിയന്മാരും വളരെയധികം സന്തോഷിച്ചു. ഞങ്ങളുടെ വീട്ടിലും ഒരു പെണ്ണ് വന്നു കയറിയെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് നാട്ടുകാരെല്ലാവരും കളിയാക്കി പറഞ്ഞു, പെണ്ണുങ്ങൾ വാഴാത്ത വീടാണിതെന്ന്. അങ്ങനെ പറഞ്ഞവരോടെല്ലാം താൻ അങ്ങനെയല്ലെന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആവുമോന്ന ഒരു പേടിയുണ്ടായിരുന്നു. മനസ്സിൽ എന്ത് നടക്കേണ്ടെന്ന് വിചാരിച്ചോ അതാണ് നടന്നത്. നീയും ഇപ്പോൾ നാളെ പോവുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് സുഭാഷും സങ്കടത്തോടെ തൻ്റെ കണ്ണീരെല്ലാം തുടയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയല്ല താൻ ഇതെല്ലാം ചെയ്തതെന്ന് നിധി പറയുമ്പോഴേക്കും തന്നെ ഞാനൊന്നും പറഞ്ഞില്ലെന്നും ഇത് എൻ്റെ കുടുംബത്തിൻ്റെ തലവരെയാണെന്നും സുഭാഷ് പറയുന്നുണ്ട്. ഇപ്പോൾ റിസപ്ഷന് വന്ന ആളുകളെല്ലാം ഇല്ലേ, അവരെല്ലാം സന്തോഷത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നതാണെന്ന് കരുതിയോ? ഈ വീട്ടിലുണ്ടാവുന്ന സന്തോഷം എങ്ങനെയെങ്കിലും ഇല്ലാതാവണമെന്ന് കരുതുന്നവരവരെല്ലാം. റിസപ്ഷൻ ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയില അവരിപ്പോഴവിടെ ഇരിക്കുന്നത്. റിസപ്ഷൻ നടക്കില്ലെന്നറിഞ്ഞാൽ അതും അവരാഘോഷിക്കും എന്നൊക്കെ സുഭാഷ് വീണ്ടും പറയുമ്പോഴേക്കും നിധി സങ്കടത്തോടെ വീണ്ടും അവനോട് സോറി പറയുന്നുണ്ട്. എന്തിന് സോറി? ഇതെല്ലാം ഈ വീടിൻ്റെ തലവിധിയാ. ആദ്യമേ 2 പെണ്ണുങ്ങൾ പോയി, ഇപ്പോൾ 3ാമതായി നീയും. ഇതും കൂടി ആവുമ്പോൾ അവർ സന്തോഷത്തോടെ ആ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, പെണ്ണുങ്ങൾ വാഴാത്ത വീടാണിതെന്ന്. അതിലൊന്നും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ എൻ്റെ അനിയന്മാരെ ഓർത്താ എനിക്ക് സങ്കടം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ തലവിധി മാറിയെന്ന് കരുതിയത്, പക്ഷേ എല്ലാം പഴയതുപോലെ തന്നെ നിലനിൽക്കും. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ വിഷമം എന്ന് പറഞ്ഞ് സുഭാഷ് സങ്കടത്തോടെ കരയുമ്പോഴേക്കും ചേട്ടൻ്റെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെ സുധീഷും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ചേട്ടനോട് സോറി പറയുന്നുണ്ട്. ചേട്ടനോട് ആദ്യമേ തന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് സുഭാഷ് അവൻ്റെ കാലിൽ വീഴാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവനെ ചേർത്തു പിടിച്ച് സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ട്. സുധീഷും കരച്ചിലോടെ ചേട്ടനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുക. സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുന്നത് കണ്ട് നിധിക്കും ആകെ സങ്കടമാവുന്നുണ്ട്.
അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് സുധീഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിധിയോടായി. സത്യം എന്താണെന്നറിയാതെ ഞാൻ കുട്ടിയെ കുറെ ബുദ്ധിമുട്ടിച്ചു. റിസപ്ഷൻ നടക്കില്ലെന്ന് ഞാൻ തന്നെ അവരോട് പോയി പറഞ്ഞോളാം. സോറി എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും സങ്കടത്തോടെ തന്റെ ചേട്ടനെ വിളിക്കുന്നുണ്ട്. സുഭാഷും അവന്റെ സങ്കടം കണ്ട് അവനെ ചേർത്ത് പിടിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷ് സുധീഷിനെയും കൊണ്ട് മുറ്റത്തെത്തുമ്പോഴേക്കും ഹരീഷും നികേഷും എല്ലാം അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. അവരെ കണ്ട് കുറെ നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഥികൾ പെണ്ണെവിടെ, ഫംഗ്ഷൻ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏറ്റവും പുറകിലായി മറഞ്ഞു നിൽക്കുന്ന അമ്മായിയും വല്യച്ഛനും കൂടി പെൺകുട്ടി തിരികെ എത്തിയിട്ടും ഇത്ര സമയമായിട്ടും സ്റ്റേജിലേക്ക് എന്താ വരാത്തത്, അവൾ പിൻവാതിൽ വഴി ഓടിക്കളഞ്ഞോ എന്നൊക്കെ അവർ അടക്കം പറയുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനോടായി സുധീഷ് ചോദിക്കുന്നുണ്ട് ഇപ്പോ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്. റിസപ്ഷൻ നടക്കില്ലെന്ന് അറിയിച്ചിട്ട് എല്ലാവരോടും ഫുഡ് കഴിച്ചു പോവാൻ പറയും എന്നവൻ പറയുന്നത് കേട്ട് അതെങ്ങനെ നടക്കുമെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. വേറെന്ത് ചെയ്യാൻ കഴിയും, നിന്റെ കല്യാണമെങ്കിലും നടന്നു എന്നുള്ള ആശ്വാസത്തിലായിരുന്നു, ഇപ്പോ അതും ഇല്ലാതായി എന്ന് പറഞ്ഞവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഹരീഷും നികേഷും അവരെ കണ്ട് അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. സുധീഷിനെ കണ്ട് രണ്ടുപേരും ഒരുമിച്ചല്ലേ വരേണ്ടത്, ആളുകളെല്ലാം ബഹളം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നെല്ലാം ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സുഭാഷും ആ സ്റ്റേജിലേക്ക് ടെൻഷനോടെ കയറി പോകുന്നുണ്ട്. സുഭാഷ് പാട്ട് ഓഫ് ചെയ്യാൻ പറയുമ്പോഴേക്കും എന്താ കാര്യമെന്നറിയാതെ ഹരീഷും നികേഷും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട്. പെണ്ണും ചെറുക്കനും എവിടെ, നീ എന്താ വന്ന് സ്റ്റേജിൽ കയറി നിൽക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും പോയി ഫുഡ് കഴിക്കുമെന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെണ്ണും ചെറുക്കനും സ്റ്റേജിൽ കയറാതെ റിസപ്ഷൻ എങ്ങനെ നടക്കും, അവരില്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനു ഫുഡ് കഴിക്കണം, പെണ്ണ് വീട്ടിലില്ലേ, അവൾ ഓടിപ്പോയോ, റിസപ്ഷൻ നടക്കില്ലേ, വാ തുറന്ന് പറ എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴേക്കും അത് കേൾക്കെ അമ്മായിയും വല്യച്ഛനുമെല്ലാം സന്തോഷത്തോടെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവരും ബഹളം വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ശാന്തമായിരിക്കൂ, ഈ ഫംഗ്ഷൻ എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചേട്ടാ എന്ന് വിളിച്ചോണ്ട് നിധി അങ്ങോട്ടെത്തുന്നുണ്ട്. സുഭാഷും സുധീഷും എല്ലാം അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവർ റിസപ്ഷനായി വാങ്ങിക്കൊടുത്ത സാരിയെല്ലാം ഉടുത്ത് റെഡിയായി അങ്ങോട്ട് നടന്നു വരുന്ന നിധിയാണ് കാണുന്നത്. അവൾ വന്ന് സുധീഷിന്റെ അരികിലായി നിൽക്കുമ്പോഴേക്കും സുഭാഷും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. സുധീഷ് അപ്പോഴേക്കും നിധിയോടായി താങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. അവരെ ഒരുമിച്ച് കണ്ട് സന്തോഷത്തോടെ നികേഷും എന്താ ഇവിടെ നിൽക്കുന്നത്, സ്റ്റേജിലേക്ക് കയറി നിൽക്കെന്ന് പറയുന്നുണ്ട്. അവൾ സുധീഷിന്റെ കൂടെ ആ സ്റ്റേജിലേക്ക് കയറുമ്പോഴേക്കും സുഭാഷും ആശ്വാസത്തോടെ താഴോട്ടിറങ്ങുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നിധി ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന സുഭാഷിന്റെ നേരെ കണ്ണു പായിക്കുന്നുണ്ട്. അവനും അവളോട് കൈകൂപ്പിക്കൊണ്ട് തന്റെ നന്ദി അറിയിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ അവരോട് ചേർന്ന് നിൽക്കാൻ പറയുമ്പോഴേക്കും സുധീഷ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നത് കണ്ട് നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അവൻ പറയുമ്പോഴേക്കും അവരോടൊന്ന് ചിരിക്കാനായി ഫോട്ടോഗ്രാഫറും പറയുന്നുണ്ട്. സുധീഷ് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും നിധി വീണ്ടും അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ട് സുനന്ദ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അമ്മായിയും വല്യച്ഛനുമെല്ലാം അസ്വസ്ഥതയോടെ അത് നോക്കി നിൽപ്പുണ്ട്. ഫോട്ടോഗ്രാഫർ വീണ്ടും അവരോട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ചേർന്ന് നിൽക്കാനായി പറയുമ്പോഴേക്കും നിധി അവനെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് അത്രയ്ക്ക് ക്ലോസ് ഷോട്ടൊന്നും വേണ്ട, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് മതിയെന്ന് സുധീഷ് ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. നിധിയുടെ അസ്വസ്ഥതയെല്ലാം കണ്ട് ഫാമിലി മെമ്പേഴ്സിനെ വെച്ച് ഫോട്ടോ എടുക്കാനായി സുഭാഷ് ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട്. ഇവരിപ്പോൾ ഫ്രഷ് ആയിരിക്കുകയാണെന്നും കുറച്ചു നേരം കഴിഞ്ഞാൽ ഡൾ ആവുമെന്നും ഫോട്ടോഗ്രാഫർ പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ലെന്നും ഗസ്റ്റും ഒന്നിച്ചുള്ള ഫോട്ടോസ് എടുക്കാമെന്നും സുഭാഷ് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ആ കാഴ്ച നോക്കി നിൽക്കുന്ന സുനന്ദയും താനും സുഭാഷും കല്യാണം കഴിഞ്ഞ് ഇതുപോലെ ആ സ്റ്റേജിൽ നിൽക്കുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമെല്ലാം ഓർത്തോണ്ട് അവിടെ നിൽപ്പുണ്ട്. ചിരിയോടെ അവൾ അതോർത്തു നിൽക്കുമ്പോഴേക്കും അവളുടെ മുതുകിൽ അമ്മ വന്ന ഒരടി കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് വന്നതിന് അവളെ വഴക്കു പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും പിന്നെന്തിനാ ഇവിടെ വന്നതെന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. ഒളിച്ചും പാത്തു നിന്ന് ഇതെല്ലാം കാണണോ, മര്യാദയ്ക്ക് മുന്നിൽ പോയിരുന്ന് കണ്ടൂടെ, നാണമില്ലേ നിങ്ങൾക്കെന്ന് സുനന്ദ ചോദിക്കുമ്പോഴേക്കും അവളുടെ അമ്മ അടിക്കാൻ വരുന്നത് കണ്ട് സുനന്ദയും അവിടെ നോടി പോകുന്നുണ്ട്. അവൾക്ക് ഉടനെ തന്നെ ഒരു പയ്യനെ ആലോചിക്കണമെന്ന് അവളുടെ അമ്മ അപ്പോഴേക്കും വല്യച്ഛനോടായി പറയുന്നുണ്ട്. ഭാസ്കരൻ അവിടെ തൻ്റെ കൂട്ടുകാരുമൊത്ത് നല്ല ആഘോഷത്തിലായിരുന്നു. ഇടയ്ക്കയാൾ കൂട്ടുകാരുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് വന്ന് പാട്ട് നിർത്തി താലി കെട്ടുന്ന സമയത്ത് വെക്കുന്ന പാട്ടെല്ലാം വെക്കാനായി ചന്തുവിനോടും കൂട്ടരോടും പറയുന്നുണ്ട്. ഭാസ്കരൻ ജിൻഡോയെ വിളിക്കുമ്പോഴേക്കും ജിൻഡോ 2 പൂമാലയുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ രണ്ടുപേരുടെ കയ്യിലേക്കും മാല കൊടുത്തോണ്ട് രണ്ടുപേരോടും പരസ്പരം മാല ഇടാനായി പറയുന്നുണ്ട്. ദി അത് കേട്ട് അസ്വസ്ഥതയോടെ നിൽക്കുന്നുണ്ടെങ്കിലും സുധീഷ് അവളെ നിർബന്ധിക്കുന്നുണ്ട്.
അവരുടെ രണ്ടുപേരുടെയും നിൽപ്പ് കണ്ടിട്ട് എന്താടാ കയ്യിൽ വെച്ചിരിക്കുന്നത്, മാല ഇടടാന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുധീഷും അവളുടെ കഴുത്തിലേക്ക് ആ മാല ഇടുന്നുണ്ട്. മോളെ മാല ഇടുന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധിയും ആകെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. സുധീഷും അവളെ നിർബന്ധിക്കുമ്പോഴേക്കും മനസ്സില്ല മനസ്സോടെ അവൾ ആ പൂമാല സുധിയുടെ കഴുത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോഴാണ് ഭാസ്കരൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണത്തിന്റെ താലിമാല എടുക്കുന്നത്. സുധി അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും നിധി ആകെ ടെൻഷനോടെ എന്തൊക്കെ ഇതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് സുഭാഷും ആകെ ഞെട്ടലോടെ നോക്കി നിൽപ്പാ. ഭാസ്കരനും ആ താലിമാല ഉയർത്തിപ്പിടിച്ചോണ്ട്, നിങ്ങളെല്ലാവരുമല്ലേ പറഞ്ഞത് എൻ്റെ മകൻ എവിടെയോ പോയി ഒരു പെണ്ണിനെയും ചാടിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് എൻ്റെ മകൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളുടെ കഴുത്തിൽ താലി കെട്ടും. എല്ലാവരും കാണൂ, കണ്ണു നിറയെ കാണൂ. ഇനി മുതൽ എൻ്റെ മകൻ എവിടുന്നോ ഒരു പെണ്ണിനെ മടിച്ചു മാറ്റിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ സ്വർണത്തിന്റെ താലിമാല സുധീഷിന്റെ കയ്യിലേക്കായി നൽകുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ ആ മാല വാങ്ങുമ്പോഴേക്കും ഇവരുടെ മുന്നിൽ വെച്ച് താലി കെട്ടടാന്ന് അച്ഛനും സുഭാഷിന്റെ അമ്മായിയും വല്യച്ഛനുമെല്ലാം ആ കാഴ്ചയെ നോക്കിക്കൊണ്ട് അസ്വസ്ഥതയോടെ അവിടെ തന്നെ നിൽപ്പാ. നിധി ആകെ ടെൻഷനോടെ അവനെ നോക്കുമ്പോഴേക്കും സുധീഷും ടെൻഷൻ അഭിനയിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഹരീഷും നികേഷും എല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും കെട്ടിട എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും കാണട്ടെ എന്ന് ഭാസ്കരൻ സുധീഷിനോടായി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടെന്ന് നിധി സുധീഷിനോടായി പറയുന്നുണ്ട്. ഇത് ചുമ്മാ കെട്ടുന്നതാ, ഇതിപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാവും എന്ന് സുധീഷ് അവളോടായി പറയുമ്പോഴേക്കും ഞാൻ ഇവിടെ നിറങ്ങിപ്പോവും, എനിക്കിതൊന്നും വേണ്ടെന്ന് നിധിയും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ ഇത് കെട്ടുന്നില്ലെന്ന് പറയുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്താടാ നോക്കി നിൽക്കുന്നത്, താലി എടുത്ത് കെട്ടടാന്ന് അവന്റെ അച്ഛനും പറയുന്നുണ്ട്. നിധി ടെൻഷനോടെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പ്ലീസ് അച്ഛന് വേണ്ടിയാ എന്ന് പറയുമ്പോഴേക്കും അവിടെ വാദ്യമേളവും മുഴങ്ങുന്നുണ്ട്. ആ വാദ്യമേളത്തിനൊപ്പം നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുധീഷ് അവളുടെ കഴുത്തിൽ വീണ്ടും ആ താലി ചാർത്തുന്നുണ്ട്. അതിഥികളെല്ലാം സന്തോഷത്തോടെ അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുമ്പോഴേക്കും സുഭാഷും അമ്പരപ്പോടെ ആ കാഴ്ചകളെല്ലാം നോക്കി അസ്വസ്ഥതയോടെ നിൽപ്പുണ്ട്. ആ കാഴ്ച കണ്ട് ഇഷ്ടപ്പെടാതെ അമ്മായിയും വാ ഏട്ടാ പോവാമെന്ന് പറഞ്ഞ് വല്യച്ഛനെ വിളിക്കുന്നുണ്ട്. താൻ വരാമെന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും സുഭാഷിന്റെ അമ്മായിയും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. പിന്നീട് എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദയും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. അവളും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ട് ഫോട്ടോഗ്രാഫറോടായി താനും സുഭാഷും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തു തരാനായി ആവശ്യപ്പെടുന്നുണ്ട്. അയാൾ അവരൊന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോഴേക്കും ആ ഫോട്ടോ തൻ്റെ മൊബൈലിലേക്ക് അയക്കണമെന്ന് സുഭാഷിനോടായി അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അതിഥികളെല്ലാം ഓരോരുത്തരായി ഫുഡ് കഴിക്കാനായി തുടങ്ങുന്നുണ്ട്. താൻ അമ്മയെ കാണാതെ വന്നതാണെന്നും പോവുകയാണെന്നും സുനന്ദ പറയുമ്പോഴേക്കും സുഭാഷ് അവളെ പിടിച്ചിരുത്തി ഫുഡെല്ലാം കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അപ്പുറത്തിരുന്ന് ബ്രാൻഡി അടിച്ചുകൊണ്ടിരിക്കുന്ന വല്യച്ഛൻ ഗംഗാധരനെ സുനന്ദ സുഭാഷിന് കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് അതിഥികളെല്ലാം പോയി കഴിയുമ്പോഴേക്കും സുധീഷിനോടും നിധിയോടും ഫുഡ് കഴിക്കാനായി പറയുന്നുണ്ട്. തനിക്ക് വേണ്ടെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും നികേഷും കൂട്ടരും നിർബന്ധിക്കുന്നതോടെ അവളും അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായി വരുന്നുണ്ട്. സുഭാഷ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോഴേക്കും അവനോട് മിരിക്കാനായി ഹരീഷ് പറയുന്നുണ്ട്. താൻ പിന്നീട് കഴിച്ചോളാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷിന്റെ ബംഗാളിയായ പണിക്കാരൻ താൻ വിളമ്പി കൊടുക്കാമെന്നും സുഭാഷ് ഇരിക്കെന്നും പറയുന്നുണ്ടെങ്കിലും എന്റെ അനിയന്മാർക്ക് ഞാൻ തന്നെ വിളമ്പി കൊടുക്കുമെന്ന് സുഭാഷും പറയുന്നുണ്ട്. നിധിയും കഴിക്കാതെ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് കഴിക്കാനായി സുധീഷ് നിർബന്ധിക്കുമ്പോഴേക്കും അവളും ടെൻഷനോടെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നീട് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി കഴിയുമ്പോഴേക്കും മറത്തിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് സുധീഷ് എത്തുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ അച്ഛൻ തന്റെ കയ്യിൽ താലിമാല തന്നതും അത് താൻ നിധി അണിയിക്കുന്നതുമെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ അച്ഛന്റെ അരികിലേക്ക് ചെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ നല്ല ഐഡിയകളൊക്കെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾക്കല്ലേ എന്നെ പിടിക്കാത്തത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ചുമ്മാ അങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ, ഇതുവരെ ഈ വീട്ടിലെ ഒരു കാര്യത്തിന് പോലും ഒരു നയ പൈസ പോലും ചെലവാക്കാത്ത നിങ്ങൾ ആ പൈസയെല്ലാം ചേർത്ത് വെച്ച് ഇപ്പൊ മാസ് കാണിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ ആലോചിച്ചത് കൂടിയില്ല. പെട്ടെന്ന് കയ്യിൽ സ്വർണ്ണ താലിയും തന്ന് കെട്ടിടാന്നും പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ചു. വേറെ ലെവല്. ആ നിമിഷം ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നറിയോ. സ്വർണ്ണ താലിമാലയൊക്കെ വാങ്ങാൻ നിറയെ കാശ് ചെലവായി കാണില്ലേ, അതിനുള്ള കാശൊക്കെ എവിടുന്ന് കിട്ടി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പുതിയത് വാങ്ങാനല്ലേ കാശ് വേണ്ടതുള്ളൂ, പുതിയതൊന്നും വാങ്ങാൻ എന്നെ കൊണ്ടാവില്ലെന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് പുതിയതല്ലേ, അപ്പോൾ ആരുടെയെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇതറിയാതെ ഞാൻ നിങ്ങളെ കുറെ പ്രശംസിച്ചു. ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, അവൾക്ക് കെട്ടാൻ നിങ്ങൾ മോഷ്ടിച്ച താലിമാലയാണോ തന്നത്? നിങ്ങൾ ചെയ്ത പണിക്ക് നാളെ ഈ വീട്ടിൽ പോലീസ് വരില്ലേ എന്നൊക്കെ സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും
എന്നെ കണ്ട കള്ളനാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഈ റിസപ്ഷൻ നടത്തണമെന്ന് പറഞ്ഞത് തന്നെ ഞാനാ. ഞാൻ പറഞ്ഞിട്ടാ നിനക്ക് ഈ റിസപ്ഷനും സ്റ്റേജും മാനവും മര്യാദയും എല്ലാം കിട്ടിയത്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒരു മഞ്ഞ ചരടിലെ താലിമാലയല്ലേ നീ കെട്ടിയത്? ഭാസ്കരന് മാത്രമേ ഒരു സ്വർണത്തിന്റെ താലിമാല വേണമെന്ന് തോന്നിയുള്ളൂ. വേറെ ആരെങ്കിലും അത് ചെയ്തോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. എല്ലാം ശരി തന്നെ, പക്ഷേ ഈ താലിമാലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? പുതിയതല്ലാന്ന് പറഞ്ഞു, മോഷ്ടിച്ചതുമല്ലാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് നിന്റെ അമ്മയുടെ താലിമാലയാ. അവളുടെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ എടുത്തോണ്ട് വന്ന് നിനക്ക് തന്നത് എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് സുധീഷിനും ആശ്വാസമാവുന്നുണ്ട്. അമ്മയുടേതാണല്ലേ, ഞാൻ പേടിച്ചു പോയി. അമ്മയുടെ താലിയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അമ്മയുടേത് പോലെയാവുമോ ഇവളുടെ വിധിയും? ഈ പെണ്ണും വീട് വിട്ട് ഇറങ്ങി പോവോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അത് നിങ്ങളൊന്നിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നതിനനുസരിച്ചിരിക്കും. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ആ പെണ്ണ് വീട് വിട്ടു പോകുമെന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒരു കല്യാണം കഴിച്ച പെണ്ണ് ഇറങ്ങിപ്പോയത് ഇതുകൊണ്ടാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അത് ഇഷ്ടമാവാതെ ഭാസ്കരനും ദേഷ്യത്തോടെ അവനെ വഴക്കു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സുഭാഷും സുധീഷ് നിധിയുടെ കാര്യത്തിൽ തന്നോട് പറഞ്ഞ കള്ളങ്ങളെല്ലാം ഓർത്തോണ്ട് ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും ഒരു കോൾ വന്ന പോലെ അഭിനയിച്ചുകൊണ്ട് സുധീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.